നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ റിലേഷൻഷിപ്പ് സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കോരും. നമ്മുടെ എല്ലാ സീരീസും അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ മൈൻഡ് കെയർ പ്രാക്ടീഷണറെയോ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പീപ്പിൾ പ്ലീസിങ് ആണ്. പീപ്പിൾ പ്ലീസിങ് നമ്മൾ സാധാരണ എല്ലായിടത്തും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിക്ടിംസ് ഓഫ് അബ്യൂസസ് അവർ പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഭയങ്കരമായിട്ട് പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് പീപ്പിൾ പ്ലീസിങ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഇൻസെക്യൂർ റിലേഷൻഷിപ്സിലാണ്. അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെക്യൂർ അല്ല. അവർ ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉള്ളവരിലാണ് പീപ്പിൾ പ്ലീസിങ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങളെ, നമ്മുടെ നീഡ്സിനെയും നമ്മുടെ വെൽബീയിങ്ങിനെയും നമ്മുടെ പ്രൊട്ടക്ഷനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ നീഡ്സിനും അവരുടെ അപ്രൂവലിനും അവരുടെ വാലിഡേഷനും അതുപോലെ തന്നെ അവർ പറയുന്ന അവരുടെ അക്സെപ്റ്റൻസ്, അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് അവർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അവരുടെ അപ്രൂവൽ, അവരുടെ അക്സെപ്റ്റൻസ്, അവരുടെ നീഡുകൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവരെ പ്ലീസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ഉണ്ട്, ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ട്, എനിക്ക് കോൺഫ്ലിക്റ്റ് പേടിയാണ്, നമ്മൾ കൺഫ്രണ്ടേഷൻസ് എനിക്ക് പേടിയാണ്, അതുപോലെ തന്നെ എനിക്ക് അവരുടെ ക്രിറ്റിസിസവും പേടിയാണ്. അപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക, എന്നെ കുറ്റം പറയുക, എന്നെ മോശക്കാരിയാണോ എന്ന് അവർ കുറ്റം വിധിക്കും. ഇനി സൊസൈറ്റൽ പ്രാക്ടീസസിനും കൾച്ചറൽ പ്രാക്ടീസസിനും ഒന്നും അതിനെയൊക്കെ റിജക്റ്റ് ചെയ്യുന്ന റിബല്യസ് ആയിട്ടുള്ള ഒരാൾ, നമ്മൾ ചില പറയത്തില്ലേ അവളൊരു ബ്ലാക്ക് ഷീപ്പാണ്, അവൾ എന്തിനും എതിർത്ത് പറയുന്ന, തലതല പറയുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള പിക്ചറൊന്നും എനിക്ക് വേണ്ട. ഞാൻ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള, വളരെ നൈസായിട്ടുള്ള, എല്ലാവരോടും ചേർന്ന് പോകുന്ന, എല്ലാവരുടെ കാര്യങ്ങളും എവർ റെഡി ആയിട്ടുള്ള ഒരു നൈസ് ഗേൾ സിൻഡ്രോം ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമായിരിക്കും ഈ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നമ്മൾ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത്? എനിക്ക് ഒരു പീപ്പിൾ പ്ലീസിങ് ഉണ്ടോ എന്നറിയാനായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. ഒരു കാരണവശാലും എനിക്ക് നോ പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. ഐ നോ ദാറ്റ് ഞാനത് ശരിയാവില്ല, എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ പോലും ഞാനത് അൺവില്ലിങ്ലി ഞാൻ ആ സാധനം എടുക്കും. കാരണം എനിക്ക് നോ പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുക്കും. അതുപോലെ തന്നെ എൻ്റെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത്, എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് മറ്റുള്ളവർ കൽപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അവരെ പ്ലീസ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ എന്നെ വാല്യൂലെസ് ആയിട്ട് കാണും. അല്ലെ അവരെവിടെയും പറയില്ല ഞാൻ നല്ല ആളാണ്, ഞാനൊരു വാല്യൂ ഉള്ള ആളാണെന്ന് എനിക്കൊരു ഫീലിംഗ് അവർ തരത്തില്ല എന്ന് വരുന്നത് കൊണ്ടാണ് നമ്മളവിടെ നമ്മളങ്ങനെ പ്ലീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടർ, ഇങ്ങനത്തെ ചില ബിഹേവിയർ നമുക്കുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അപ്പോളജറ്റിക് ആയിരിക്കും, ഓവർലി അപ്പോളജറ്റിക് ആയിരിക്കും. അതായത് നമ്മുടെ കാര്യം കൊണ്ടല്ല അത് വന്നതാൽ പോലും, അല്ലെങ്കിൽ ഒരു ചാൻസ് കൺട്രോൾ കൊണ്ട് വന്നതാണെങ്കിൽ പോലും നമ്മളിങ്ങനെ സോറി എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ അങ്ങനെ എന്താ അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല, ഐ എം സോ സോറി. അപ്പോൾ നമ്മളങ്ങ് ബിയോണ്ട് കൺട്രോൾ, നമ്മുടെ കൺട്രോളിനും ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും നമ്മൾ എന്ത് പറയും? നമ്മൾ സോറി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലൂയിഡ് പേഴ്സണാലിറ്റി പോലെയാണ്. അതായത് മറ്റുള്ളവരുടെ നീഡിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരുത്തും. ഐ ചേഞ്ച് മൈ പേഴ്സണാലിറ്റി അവർക്ക് സൂട്ടബിൾ ആകാനും അവരുടെ രീതിക്ക് നിൽക്കാനും വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണാലിറ്റി എനിക്കുണ്ട്, എനിക്കറിയാം. ആ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഞാൻ ചേഞ്ച് വരുത്തും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് എല്ലാ കോൺഫ്ലിക്റ്റുകളും എനിക്ക് പേടിയാണ്. ഒരാളുമായിട്ടൊരു ഹെൽത്തി ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടാൻ പോലും എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ ഈ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് എല്ലാം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവോയ്ഡ് ചെയ്യും. എല്ലാ സിറ്റുവേഷൻസും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പീപ്പിൾ പ്ലീസിങ്ങിൽ എപ്പോഴും അങ്ങനെ, എനിക്ക് ആരുമായിട്ടും കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ കുറേ എൻ്റെ ഇമോഷണൽ ടെർമോയിൽസ് എനിക്കുണ്ടാവും. ചില ആളുകളുടെ ബിഹേവിയർ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയത്തില്ല, നോ പറയത്തില്ല. ഞാൻ നോ പറഞ്ഞു
കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യമല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നോ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് അതിനർത്ഥം, ആ ഒരു റിലേഷൻ നല്ല റിലേഷൻ, ഈ നിങ്ങൾ ആരായാലും എത്ര സ്വന്തക്കാരാണെന്ന് പറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബിഹേവിയറോ ഒരു ആറ്റിറ്റ്യൂഡോ അവരിൽ നിന്ന് വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ അവരോട് പറയുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നമ്മൾ നോ പറയാതെയും ഇങ്ങനെ പോകുമ്പോൾ നമ്മളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ എന്താ പറയുക, കുറേ ഗാർബേജസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ നമ്മൾ ആ ബാഗേജുമായിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ വർത്തൊക്കെ നമുക്ക് നഷ്ടം വന്നു പോകും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പ്ലീസിങ്ങിലാണ്, അവർ പ്ലീസ് ചെയ്യുന്നതിനകത്താണ് എനിക്ക് സെൽഫ് വർത്ത് ഇരിക്കുന്നത്. എനിക്ക് കണ്ടോ, അവർക്ക് എന്നെ ഇഷ്ടമാണ്, അവരെന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നു, അവരെന്നോട് ഞാൻ നല്ലതാണെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം നിങ്ങൾ പറയാം, അവളോട് പറഞ്ഞ പിന്നെ അവൾ പിന്നെ എല്ലാം ചെയ്ത് ഒരു പ്രശ്നവും ഇല്ല, അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ സെൽഫ് വർത്ത് എനിക്ക് കൂടും. പക്ഷെ അതല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് വർത്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇവിടെ എനിക്ക് വളരെ പോറസ് ആയിട്ടുള്ള, വളരെ ലൂസ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആയിരിക്കും. ആ പോറസ് ബൗണ്ടറീസിൽ നമുക്ക് ആർക്ക് വേണേൽ കിടന്നു കയറി വരാം, ആർക്ക് വേണേൽ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ രീതിയിലുള്ള നമ്മുടെ ഈ പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓവർലി നമ്മൾ ഈ കൺഫോമിറ്റി ബയസ് നമുക്ക് ഒത്തിരി കാണും. നമുക്ക് ഈ ഓവർലി നമ്മുടെ സോഷ്യൽ കൾച്ചറൽ എന്ന് പറയുന്ന ആ ഒരു അതിനോട് നമ്മൾ ഏറ്റവും നന്നായിട്ട് അലൈൻ ചെയ്ത് പോകണം. അതല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, സോഷ്യലി നമുക്ക് അക്സെപ്റ്റൻസ് വരത്തില്ല, കൾച്ചറലി നമുക്ക് അക്സെപ്റ്റൻസ് ഇല്ല, നമുക്ക് റിലീജിയസ്ലി നമ്മളെ ഒരു അക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുവരത്തില്ല, ഫാമിലി നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ ഓഡ് വൺ ഔട്ട് ആകുമോ എന്നുള്ള ഒരു പേടി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാം, അതെല്ലാം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ നിന്ന് വരുന്ന കാര്യം തന്നെയാണ്. പീപ്പിൾ പ്ലീസിങ് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ആവശ്യമാണ്. ഇപ്പം ഞാൻ പറയാം, എനിക്ക് ഒരാളോട് വലിയ താല്പര്യമില്ല, അവരെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ അവരെ കാണുമ്പോൾ ഞാനിങ്ങനെ ഹലോ ഹായ് എന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിലെ എൻ്റെ മാന്യതയും എൻ്റെ ഡിഗ്നിറ്റിയും അവരുമായിട്ടുള്ള എൻ്റെ മേ ബി ആ റിലേഷൻഷിപ്പിനെ നമ്മൾ ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഞാൻ അങ്ങനെ പെരുമാറും. അല്ലാതെ എനിക്ക് അവരോട് താല്പര്യമില്ല, അവരുടെ ബിഹേവിയറോ അവർ ചെയ്യുന്ന കാര്യങ്ങളോ എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് കയറി അങ്ങനെ എനിക്ക് ഭയങ്കര ഇതാണ്, ഇനി അവരെ കണ്ടാൽ ഞാൻ നോക്കത്തില്ല എടുക്കത്തില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പ്ലീസിങ് ആയിട്ടാണ് പെരുമാറുക. അപ്പം പീപ്പിൾ പ്ലീസിങ് എനിക്ക് ചിലപ്പോൾ ഉള്ളിൽ ഇഷ്ടക്കേടുണ്ടായിരിക്കും, പക്ഷെ പീപ്പിളിനെ പ്ലീസ് ചെയ്ത് തന്നെ ഞാൻ പെരുമാറും. അതൊരു ഹെൽത്തി ലെവൽ ഓഫ് പ്ലീസിങ് ആണ് പീപ്പിളിനെ. നമ്മൾ അവരോട് മോശമായിട്ട് പെരുമാറാതെ മാന്യമായിട്ട് തന്നെ പെരുമാറുന്നു. അങ്ങനെയെല്ലാം നമ്മൾ അവരെ ഡീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും എടുത്തും ഒക്കെ കൊടുക്കുന്നു. നമ്മുടെ ഒബ്ലിഗേഷൻസിനെ ഡെഫിനറ്റായി നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഡെലിവറബിൾസ് എല്ലാം ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനകത്ത് നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടുകളോ നമ്മൾ നോക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ പൊസിഷൻ വാല്യൂവിൽ ഇരിക്കുന്നത്. പക്ഷേ പൊസിഷനിൽ അപ്പനോ അമ്മയോ പെങ്ങളോ നാത്തൂനോ അളിയനോ അങ്ങനെ മക്കളോ മരുമക്കളോ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒബ്ലിഗേഷൻ ഉണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനകത്ത് മുഖം വീർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വി ഡു സർട്ടൻ തിങ്സ്, അത് നമ്മൾ പ്ലീസിങ് വേയിൽ തന്നെയാണ് ചെയ്യുന്നത്. പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് ബിയോണ്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആങ്സൈറ്റി, സ്ട്രെസ് അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ കയറും. പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ ഈ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയറിലേക്ക് കയറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് റിജക്റ്റം കിട്ടുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടെ നിന്നു പോകണമെങ്കിൽ ആളുകളെ പ്ലീസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് വരുമ്പോൾ നമ്മളൊരു കോപ്പിംഗ് മെക്കാനിസം പോലെ ഇത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യും, ഇത് ഭയങ്കരമായിട്ട് നമ്മളിൽ അങ്ങ് കൂടും. നമ്മുടെ ലേണിംഗ് പാത്വയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരുന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പ്ലീസിങ് ക്യാരക്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ നമ്മൾ ചെയ്യുന്നിടത്തുമെല്ലാം ഈ പ്ലീസിങ് ക്യാരക്ടർ നമ്മുടേതായി മാറിയിട്ട് നമ്മൾ അവസാനം എന്താ പറയുകയെന്ന് വെച്ചാൽ എൻ്റെ ഓൺ സെൽഫിൽ നിന്ന്, ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ല സെൽഫിൽ നിന്ന് ഞാൻ പയ്യെ ഡിസ്കണക്ട് ആയിട്ട് പോകും. അപ്പോൾ എൻ്റെ പഴയ ആളെ, ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ട് ആളെ എനിക്ക് അറിയില്ല. ഞാൻ അതിൽ നിന്ന് ഡിസ്കണക്ട് ആയിട്ട് മാറിയിട്ട് ഞാൻ ഈ പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ
മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതിനകത്ത് എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനും അവർക്ക് അവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ടും അവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടും അവരുടെ വലിഡേഷനും വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറും. അപ്പം നമ്മുടെ സ്വയമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റിയോ അങ്ങനത്തെ ഉള്ള ഒരു നമുക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി സ്റ്റൈലൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടറിൽ നിന്ന് ഒരാൾ പുറത്തു വരിക വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ലൈഫ് എനിക്ക് തന്നെ മാനേജ് ചെയ്യണം. എൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാം നല്ലപോലെ വർക്ക് ചെയ്യണം. എൻ്റെ സെൽഫ് കൺട്രോൾ, ഇമോഷണൽ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ ഓർഗനൈസിങ് സ്കിൽസ്, എൻ്റെ എയിംസ്, എൻ്റെ ഗോൾസ്, എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ടൈം, ടാസ്ക് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അറിയണം, എൻ്റെ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി നമുക്കും ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ, അത് വേറൊരാൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട്, ഹാപ്പി ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.